40കളിലെ വിജയം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച അവസരങ്ങൾ കഴിഞ്ഞുപോയി എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? 20കളിലും 30കളിലും വലിയ വിജയങ്ങൾ നേടാൻ കഴിയാത്തതുകൊണ്ട് ഇനി ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാനില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുന്നതിനു മുൻപ് നമുക്ക് ചുറ്റുമൊന്ന് നോക്കാം. പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും നമ്മൾ കാണുന്നത് 25ാം വയസ്സിൽ കോടീശ്വരനായി, അല്ലെങ്കിൽ 30ാം വയസ്സിൽ സ്വന്തമായി കമ്പനി തുടങ്ങി എന്നൊക്കെയുള്ള വാർത്തകളാണ്. ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായും 35ഓ 40ഓ വയസ്സ് കഴിഞ്ഞ സാധാരണക്കാരായ നമ്മളിൽ പലർക്കും തോന്നും, എന്റെ സമയം കഴിഞ്ഞു, ഇനി എന്നെക്കൊണ്ട് ഒന്നിനും കഴിയില്ല എന്ന്. നമ്മൾ സ്വയം കാലഹരണപ്പെട്ട ഒരു ഉൽപ്പന്നമായി കാണാൻ തുടങ്ങും. പക്ഷേ യഥാർത്ഥ കണക്കുകൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ലോകത്തെ മാറ്റിമറിച്ച ഭൂരിഭാഗം വിജയങ്ങളും സംഭവിച്ചിരിക്കുന്നത് 40 വയസ്സിന് ശേഷമാണ്. യുവത്വമെന്നത് ഊർജ്ജത്തിന്റെ കാലഘട്ടമാണെങ്കിൽ 40 എന്നത് പക്വതയുടെയും തിരിച്ചറിവിന്റെയും കാലഘട്ടമാണ്. എന്തുകൊണ്ടാണ് 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ബിസിനസ്സിലും കലയിലും ജീവിതത്തിലും വൻവിജയങ്ങൾ നേടുന്നത്? എന്താണ് അവർക്കുള്ള ആ പ്രത്യേക കഴിവ്? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ്. 40 വയസ്സ് എന്നത് ഒരവസാനമല്ല, അതൊരു തുടക്കമാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. 40 വയസ്സ് കഴിഞ്ഞിട്ടും തോൽക്കാൻ മനസ്സില്ലാത്തവർ എത്ര പേരുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ലോകപ്രശസ്തമായ പല കമ്പനികളുടെയും സ്ഥാപകരുടെ ചരിത്രം എടുത്തുനോക്കൂ. KFC തുടങ്ങിയ കേണൽ സാൻഡേഴ്സ് തന്റെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുമ്പോൾ അദ്ദേഹത്തിന് 60 വയസ്സായിരുന്നു. മക്ഡൊണാൾഡ്സ് വലുതാക്കിയ റേ ക്രോക്ക് 50കളിലായിരുന്നു തന്റെ യാത്ര തുടങ്ങിയത്. സാം വാൾട്ടൺ വാൾമാർട്ട് തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന് 44 വയസ്സായിരുന്നു. ഇവരൊക്കെ അവരുടെ യൗവനം മുഴുവൻ കഷ്ടപ്പെട്ടവരാണ്. പക്ഷേ വിജയം അവരെ തേടിയെത്തിയത് 40കൾക്ക് ശേഷമാണ്. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? ഇതിന് പ്രധാനമായും 7 കാരണങ്ങളാണുള്ളത്. 1. അനുഭവ സമ്പത്ത്. 20 വയസ്സുള്ള ഒരാൾക്ക് ലോകത്തെക്കുറിച്ചുള്ള അറിവ് പുസ്തകങ്ങളിൽ നിന്നോ മറ്റുള്ളവർ പറഞ്ഞുകേട്ടോ കിട്ടിയതാകും. എന്നാൽ 40 വയസ്സുള്ള ഒരാൾക്ക് ആ അറിവ് കിട്ടിയത് സ്വന്തം ജീവിതത്തിൽ നിന്നാണ്. ഇതിനെയാണ് നമ്മൾ വിവേകമെന്ന് വിളിക്കുന്നത്. നിങ്ങൾ 40 വർഷം ജീവിച്ചു എന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ 40 വർഷത്തിനിടയിൽ നിങ്ങൾ നേരിട്ട പരാജയങ്ങൾ, നിങ്ങൾ കണ്ടുമുട്ടിയ മനുഷ്യർ, നിങ്ങളെ ചതിച്ചവർ, നിങ്ങളെ സഹായിച്ചവർ, നിങ്ങൾ ചെയ്ത ജോലികൾ, ഇതെല്ലാം ചേർന്ന് നിങ്ങളെ അറിവുകളുടെ ഒരു വലിയ ശേഖരമാക്കി മാറ്റിയിട്ടുണ്ടാകും. ഒരു യുവാവ് ഒരു പ്രശ്നം കാണുമ്പോൾ അതിനെ ആവേശത്തോടെ സമീപിക്കും. എന്നാൽ 40 കഴിഞ്ഞ ഒരാൾ ആ പ്രശ്നത്തെ തന്റെ മുൻകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കാണും. ഇത് ഞാൻ മുൻപ് കണ്ടിട്ടുണ്ട്, അന്ന് ഞാൻ ചെയ്തത് തെറ്റായിരുന്നു, ഇത്തവണ എനിക്കിത് ശരിയായി ചെയ്യാൻ കഴിയും എന്ന ആത്മവിശ്വാസം അവർക്കുണ്ടാകും. ജീവിതത്തിലെ ആവർത്തനങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് പ്രായം കൂടുന്തോറും കൂടും. സ്റ്റീവ് ജോബ്സ് ഒരിക്കൽ പറഞ്ഞതുപോലെ, നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും എന്തിനാണ് സംഭവിച്ചതെന്ന് ആ സമയത്ത് നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ആ അനുഭവങ്ങളെല്ലാം കൃത്യമായി ഒന്നുചേർന്ന് ഇന്നത്തെ വിജയത്തിലേക്ക് നമ്മളെ എത്തിച്ചുവെന്ന് മനസ്സിലാവും. ആ തിരിച്ചറിവ് സാധ്യമാകണമെങ്കിൽ നിങ്ങൾക്ക് പ്രായവും അനുഭവവും വേണം. 2. വൈകാരികമായ സ്ഥിരത. യൗവനത്തിൽ നമ്മൾ പലപ്പോഴും വികാരങ്ങൾക്ക് അടിമകളാണ്. ചെറിയൊരു പരാജയം വന്നാൽ, ആരെങ്കിലും ഒന്ന് കളിയാക്കിയാൽ, അല്ലെങ്കിൽ പ്രണയ നൈരാശ്യം വന്നാൽ നമ്മൾ തകർന്നുപോകും. നമ്മുടെ ഈഗോ വളരെ വലുതായിരിക്കും. പെട്ടെന്നുള്ള ദേഷ്യം, എടുത്തുചാട്ടം എന്നിവയൊക്കെ 20കളിൽ കൂടുതലായിരിക്കും. എന്നാൽ 40 വയസ്സ് പിന്നിടുമ്പോൾ മനുഷ്യർക്ക് ഒരു വൈകാരിക പ്രതിരോധശേഷി ലഭിക്കുന്നു. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ചിന്ത കാര്യമായി കുറയുന്നു. എന്നെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല എന്നൊരു മനോഭാവം വരുന്നു. ഇത് വിജയത്തിന് അത്യാവശ്യമായ ഒന്നാണ്. ഒരു ബിസിനസ് തുടങ്ങാനോ പുതിയൊരു കല പഠിക്കാനോ അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയൊരു സാഹസമെടുക്കാനോ തുടങ്ങുമ്പോൾ സമൂഹം കളിയാക്കും. ചെറുപ്പക്കാർക്കത് താങ്ങാൻ പറ്റില്ല. എന്നാൽ 40 കഴിഞ്ഞവർക്ക് അതൊരു പ്രശ്നമേയല്ല. അവർക്ക് അവരുടെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. അനാവശ്യമായ നാടകീയതകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും ഊർജ്ജം നഷ്ടപ്പെടുത്താതിരിക്കാനും ഈ പക്വത സഹായിക്കുന്നു. 3. ശക്തമായ നെറ്റ്വർക്ക്. ഇതൊരു വലിയ സത്യമാണ്. നിങ്ങൾക്ക് എന്തറിയാം എന്നതിനേക്കാൾ പ്രധാനം നിങ്ങൾക്ക് ആരെ അറിയാം എന്നതാണ്. നിങ്ങൾ 20കളിലായിരിക്കുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളെപ്പോലെ തന്നെ തുടക്കക്കാരായിരിക്കും. അവർക്ക് നിങ്ങളെ സഹായിക്കാൻ പരിമിതികളുണ്ടാകും. എന്നാൽ 40കളിലെത്തുമ്പോൾ അങ്ങനെയല്ല. നിങ്ങളുടെ കൂടെ പഠിച്ചവർ, മുൻപ് ജോലി ചെയ്തവർ, പരിചയക്കാർ, ഇവരെല്ലാം ഇന്ന് പല നിലകളിൽ എത്തിയിട്ടുണ്ടാകും. ചിലർ മാനേജർമാരായിരിക്കും, ചിലർ ബിസിനസ്സുകാരായിരിക്കും, ചിലർക്ക് സാമ്പത്തിക ശേഷിയുണ്ടാകും. നിങ്ങൾ പുതിയൊരു സംരംഭം തുടങ്ങുമ്പോൾ ഒരു ഫോൺ കോളിനപ്പുറം നിങ്ങൾക്ക് സഹായം ലഭിക്കും. എടാ, എനിക്കൊരു സഹായം വേണം എന്ന് ചോദിക്കാൻ പറ്റുന്ന വിശ്വസ്തരായ കുറേ മനുഷ്യർ നിങ്ങളുടെ കൂടെയുണ്ടാകും. വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ കെട്ടിപ്പടുത്ത വിശ്വാസമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മൂലധനം. ചെറുപ്പക്കാർക്കില്ലാത്തതും മുതിർന്നവർക്കുള്ളതുമായ ഏറ്റവും വലിയ സമ്പത്തിതാണ്. 4. സാമ്പത്തിക അച്ചടക്കം. എല്ലാവർക്കും ഇത് ബാധകമാകണമെന്നില്ല. എങ്കിലും ഭൂരിഭാഗം ആളുകളും 40കളിലെത്തുമ്പോൾ സാമ്പത്തികമായി കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലയിലായിരിക്കും. അല്ലെങ്കിൽ പണത്തിന്റെ വില കൃത്യമായി മനസ്സിലാക്കിയവരായിരിക്കും. ചെറുപ്പത്തിൽ പണം കിട്ടുമ്പോൾ അത് ചെലവാക്കാൻ നമ്മൾ മത്സരിക്കും. പുതിയ ഫോൺ, വണ്ടി,
യാത്രകൾ, അങ്ങനെ പലതും. എന്നാൽ 40കളിൽ നമ്മൾ പണം നിക്ഷേപിക്കാനും അത് വളർത്താനും പഠിക്കുന്നു. ഒരു ബിസിനസ് പരാജയപ്പെട്ടാൽ പട്ടിണിയാകില്ല എന്നൊരു ചെറിയ ഉറപ്പുള്ളതുകൊണ്ട് ധൈര്യമായി റിസ്ക് എടുക്കാൻ ഇവർക്ക് സാധിക്കും. കൂടാതെ അനാവശ്യ ചിലവുകൾ കുറച്ച് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം പണം മുടക്കാനുള്ള വിവേകം ഇവർക്കുണ്ടാകും. പണം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് ഒരു പുസ്തകം വായിച്ച് പഠിക്കുന്നതിനേക്കാൾ ജീവിതത്തിൽ നിന്ന് പഠിച്ചവർക്കത് നന്നായി ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമന്റും ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ്. 5. സ്വയം തിരിച്ചറിവ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 20കളിൽ നമ്മൾ എന്തൊക്കെയോ ആകാൻ ശ്രമിക്കുകയാണ്. മാതാപിതാക്കൾ ആഗ്രഹിച്ചത്, സമൂഹം ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ ആരാണെന്നോ നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടതെന്നോ നമുക്കറിയില്ല. എന്നാൽ 40 വയസ്സാകുമ്പോഴേക്കും നിങ്ങൾ ആ മുഖംമൂടി അഴിച്ചുമാറ്റും. എനിക്കെന്താണിഷ്ടം, എനിക്കെന്താണ് ചെയ്യാൻ കഴിയില്ല, എന്റെ കഴിവുകൾ എന്തൊക്കെയാണ്, എന്റെ കുറവുകൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ടാകും. ഈ തിരിച്ചറിവ് വലിയൊരു ശക്തിയാണ്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളിൽ സമയം കളയാതെ നിങ്ങൾക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ജീവിക്കുന്നത് അവസാനിപ്പിച്ച് സ്വന്തം സംതൃപ്തിക്ക് വേണ്ടി ജോലി ചെയ്യാൻ തുടങ്ങും. ആത്മാർത്ഥമായി ആഗ്രഹിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം ഉറപ്പാണ്. 6. ക്ഷമ. യുവത്വത്തിന്റെ ശാപം എടുത്തുചാട്ടമാണ്. അവർക്കെല്ലാം ഇപ്പോൾ തന്നെ വേണം. ഇന്ന് ബിസിനസ് തുടങ്ങിയാൽ നാളെ ലാഭം കിട്ടണം. ഇന്ന് ജിമ്മിൽ പോയാൽ നാളെ മസിൽ വരണം. അത് നടന്നില്ലെങ്കിൽ അവർ നിരാശരാകും. പക്ഷേ 40 പിന്നിട്ടവർക്കറിയാം നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ സമയമെടുക്കുമെന്ന്. ഒരു മരം നട്ടാൽ അത് വളർന്ന് വലുതായി കായ്ക്കാൻ വർഷങ്ങളെടുക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ ക്ഷമയോടെ കാത്തിരിക്കും. അവർ പെട്ടെന്നുള്ള ലാഭത്തേക്കാൾ നീണ്ടുനിൽക്കുന്ന വിജയത്തിന് പ്രാധാന്യം നൽകും. തോൽവികൾ സംഭവിക്കുമ്പോൾ അവർ തളരില്ല. ഇതും കടന്നുപോകും എന്ന പക്വതയോടെ അവർ അതിനെ നേരിടും. ഈ ക്ഷമയാണ് അവരെ വിജയത്തിലേക്ക് നയിക്കുന്നത്. പല സ്റ്റാർട്ടപ്പുകളും പരാജയപ്പെടുന്നത് ആശയങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, മറിച്ച് സ്ഥാപകർക്ക് ക്ഷമയില്ലാത്തതുകൊണ്ടാണ്. അവിടെയാണ് പ്രായം അനുഭവമായി മാറുന്നത്. 7. ഫോക്കസ്. ചെറുപ്പത്തിൽ നമ്മുടെ ശ്രദ്ധ പലയിടത്തായി ചിതറിക്കിടക്കുകയാണ്. പാർട്ടികൾ, സിനിമകൾ, അനാവശ്യ സൗഹൃദങ്ങൾ, സോഷ്യൽ മീഡിയ, അങ്ങനെ 100 കാര്യങ്ങൾ. എന്നാൽ പ്രായം കൂടുമ്പോൾ എന്റെ സമയം കുറവാണ് എന്ന ബോധ്യം വരുന്നു. അതുകൊണ്ടുതന്നെ അനാവശ്യമായ കാര്യങ്ങളെ വേണ്ട എന്ന് പറയാൻ നമ്മൾ പഠിക്കുന്നു. സമയമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് 40കളിൽ നമ്മൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്റെ ലക്ഷ്യത്തിലേക്ക് നയിക്കാത്ത ഒന്നിനും നമ്മൾ സമയം കൊടുക്കില്ല. ഈ സൂക്ഷ്മമായ ശ്രദ്ധ വിജയത്തിന്റെ വേഗത കൂട്ടുന്നു. ഇനി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇതൊക്കെ ശരിയാണ്, പക്ഷേ എനിക്ക് 40 കഴിഞ്ഞു, എനിക്ക് കുടുംബമുണ്ട്, ബാധ്യതകളുണ്ട്, എനിക്ക് എങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റും? സത്യം പറയാം, ബാധ്യതകൾ എല്ലാവർക്കുമുണ്ട്. പക്ഷേ ചരിത്രത്തിലേക്ക് നോക്കൂ. ഹെൻറി ഫോർഡ് തന്റെ വിപ്ലവകരമായ കാർ പുറത്തിറക്കുമ്പോൾ അദ്ദേഹത്തിന് 45 വയസ്സായിരുന്നു. അരിസോണ ഹഫിംഗ്ടൺ പോസ്റ്റ് തുടങ്ങുമ്പോൾ 55 വയസ്സായിരുന്നു. വേരവാങ് എന്ന ഡിസൈനർ ഫാഷൻ ലോകത്തേക്ക് കടന്നുവന്നത് 40-ാം വയസ്സിലാണ്. ഇവരാരും ബാധ്യതകൾ ഇല്ലാത്തവരായിരുന്നില്ല. പക്ഷേ അവർ തങ്ങളുടെ പ്രായത്തെ ഒരു തടസ്സമായി കണ്ടില്ല, മറിച്ച് അതൊരായുധമായി കണ്ടു. നിങ്ങളുടെ 40കളും 50കളും നിങ്ങളുടെ ജീവിതത്തിലെ സുവർണ കാലഘട്ടമാണ്. നിങ്ങളുടെ കുട്ടികൾ വളർന്നുവരുന്നു. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്കൊരു മേൽവിലാസമുണ്ട്, നിങ്ങൾക്ക് ലോകപരിചയമുണ്ട്. ഇതിലും മികച്ച സമയം വേറെ എപ്പോഴാണുള്ളത്? പലരും 40 വയസ്സിൽ മരിക്കുകയും 75 വയസ്സിൽ മാത്രം കുഴിച്ചിടപ്പെടുകയും ചെയ്യുന്നുവെന്ന് പറയാറുണ്ട്. അതായത് 40 വയസ്സാകുമ്പോഴേക്കും അവർ സ്വപ്നം കാണുന്നത് നിർത്തുന്നു. ജീവിച്ചിരിക്കുന്നുണ്ട്, പക്ഷേ ഉള്ളിലെ തീ അണഞ്ഞുപോയിട്ടുണ്ടാകും. അങ്ങനെയാകരുത് നിങ്ങൾ. നിങ്ങളുടെ ഉള്ളിൽ ഇനിയും പുറത്തുവരാത്ത ഒരു പുസ്തകമുണ്ടാകാം, ഒരു ബിസിനസ് ആശയമുണ്ടാകാം, അല്ലെങ്കിൽ ഒരു കലാകാരനുണ്ടാകാം. അതിനെ പുറത്തെടുക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഇപ്പോഴാണ്. സമൂഹം നിങ്ങളോട് പറയും, ഇനി വയസ്സായില്ലേ, അടങ്ങിയിരിക്ക് എന്ന്. ആ വാക്കുകളെ അവഗണിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ 2ാം ഇന്നിംഗ്സാണ് ഏറ്റവും മനോഹരമാകാൻ പോകുന്നത്. ആദ്യ ഇന്നിംഗ്സിൽ നമ്മൾ കളിക്കളം ഒന്ന് പഠിക്കുകയായിരുന്നു. ഇപ്പോൾ നമുക്ക് കളിക്കളം അറിയാം, എതിരാളികളെ അറിയാം, കാണികളുടെ ആരവം അറിയാം. ഇനി സിക്സറുകൾ അടിക്കാനുള്ള സമയമാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് 40കൾക്ക് ശേഷമാണ്. നിങ്ങൾ വൈകിട്ടില്ല, നിങ്ങൾ കൃത്യസമയത്താണ് എത്തിയിരിക്കുന്നത്. ഒരു കാര്യം ഓർക്കുക, വിജയിക്കാൻ വേണ്ടത് യുവത്വമല്ല, മറിച്ച് തോൽക്കാൻ തയ്യാറല്ലാത്ത മനസ്സും പഠിക്കാൻ തയ്യാറുള്ള ബുദ്ധിയുമാണ്. അത് രണ്ടും നിങ്ങൾക്കുണ്ടെങ്കിൽ പ്രായം വെറും ഒരു സംഖ്യ മാത്രമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് നൽകിയ സന്ദേശം വ്യക്തമാണെന്ന് കരുതുന്നു. കണ്ണാടിയിൽ നോക്കി സ്വയം പറയുക, എന്റെ കളി അവസാനിച്ചിട്ടില്ല, അത് തുടങ്ങുന്നതേയുള്ളൂ. ഈ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.